നമ്മുടെ കൈകളിലെല്ലാം ഒരു സ്മാർട്ട് ഫോണുണ്ട്. ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോകും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ 7 ടിപ്പുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂടാനായിട്ട്. മറ്റ് പല ചാനലിലും കാണുന്നത് പോലെ 5000 mAh 10000 mAh ആക്കാനുള്ള സൂപ്പർ മാന്ത്രിക വിദ്യയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനിതിനകത്ത് കുറച്ച് കുട്ടി ടിപ്പുകളാണ് പറഞ്ഞു തരുന്നത്. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന സമയത്ത് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഫസ്റ്റ് വൺ, പലരും ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡാർക്ക് മോഡ് യൂസ് ചെയ്യില്ല. ഓൾവേസ് യൂസ് ഡാർക്ക് മോഡ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെ അകത്തും ഡാർക്ക് മോഡ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് വരെ, അത് ഈവൻ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് വരെ അതിൻ്റെ അകത്ത് ഡാർക്ക് തീം കൊണ്ടുവരുന്നുണ്ട്. ഈ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളും AMOLED ഡിസ്പ്ലേ ആയിരിക്കും. ബ്ലാക്ക് കളർ എമിറ്റ് ചെയ്യാനായിട്ട് അതിന് ബാക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ബ്ലാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് കളർ ബൾബ്? കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ അവിടെ പവർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഡാർക്ക് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഡാർക്ക് മോഡിൻ്റെയൊക്കെ ഭയങ്കര വലിയൊരു ഫാനാണ്. എനിക്ക് എല്ലാം ഡാർക്ക് ഒരു ആംബിയൻസ് ഉള്ളതാണ് കൂടുതൽ താല്പര്യം. സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ക്രോം ബ്രൗസർ പോലുള്ള ബ്രൗസർ മുതൽ ഇൻസ്റ്റഗ്രാം എല്ലാം ഈ ഒരു ലൈറ്റ് തീമിലിട്ട് യൂസ് ചെയ്യുന്നവർ. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്നാൽ കൂടി നിങ്ങൾക്ക് ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഗൂഗിൾ, ഇത് തന്നെയാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അതായത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വല്ലപ്പോഴും, അതായത് ഒരു 6 മാസം എടുത്തു കഴിഞ്ഞാൽ ഒരു തവണ വല്ലതൊക്കെയാണ് ഞാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് കേൾക്കുമ്പോൾ വേക്ക് ചെയ്യാനായിട്ടുള്ള ലെവലിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി നല്ല രീതിക്ക് എടുക്കും. അപ്പോൾ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുന്നത്, യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓപ്റ്റിമൈസിങ് ബ്രൈറ്റ്നസ്. ഇപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാത്രി 12 മണിക്ക് നട്ടപ്പാതിരായിരിക്കും ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടേ അവർ ഫോൺ യൂസ് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഷടാന്ന് ഇറങ്ങിപ്പോകും. അതായത് ഒരു ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഡിസ്പ്ലേയിലാണ്. അതുകൊണ്ട് തന്നെ ഹൈ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് മൂവീസ് കാണുന്ന സമയത്തും ആവശ്യമുള്ള സമയത്തൊക്കെ മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ വെയിലത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്തും പുറത്തൊക്കെ പോകുന്ന സമയത്ത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏറ്റവും ഒരു മീഡിയം റേഞ്ചിൽ തന്നെ ബ്രൈറ്റ്നസ് ഇടുക. ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും മാനുവലായിട്ട് ഒരു 50% അല്ലെങ്കിൽ 45% ഒക്കെയാണ് ബ്രൈറ്റ്നസ് യൂസ് ചെയ്യാറ്. അതാണ് എനിക്ക് കംഫർട്ടബിളും എനിക്ക് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് തരുന്നതും. ഈ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ടുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരെ വെള്ളയ്ക്ക് ഇറക്കും. പ്രശ്നം. നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇത് ടിപ്പല്ല, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്തിനെ നിങ്ങളൊന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോൺ ചാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. അതായത് ചാകുന്നതിന് മുന്നേ തന്നെ ഒരു 20%, 15%, ഈവൻ ഒരു 10% അല്ലെങ്കിൽ 5% ഫോണിനെ കൊണ്ടുവന്ന് ചാർജറിൽ കണക്ട് ചെയ്തിടുക. അതിന് ഈ 0 അല്ലെങ്കിൽ 0% ആയി അത് ചത്ത് പണ്ടാരടങ്ങി വീഴുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്തിനെ സീരിയസ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലൊക്കേഷൻ. നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാൻ പറ്റും. അതെപ്പോഴും എനേബിൾ ആയിട്ട് ഇരിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് ലൊക്കേഷൻ പിൻ പോയിൻ്റ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രം അത് എനേബിൾ ചെയ്തിട്ടാൽ മതി. അല്ലാത്ത പക്ഷം അതിന് എനേബിൾ ചെയ്തിട്ടിരിക്കണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഉറപ്പായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഈവൻ ഫേസ്ബുക്ക് എടുക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോവാണ്. ഞാനിപ്പോൾ കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ എൻ്റെ എത്ര ഫ്രണ്ട്സ് കൊല്ലത്ത് എൻ്റെ അടുത്തുണ്ടെന്നുള്ളത് ഫേസ്ബുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഫേസ്ബുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ലൊക്കേഷനും കൂടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചാർജ് പോകും. നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബാറ്ററി സേവർ മോഡ്. പൊതുവെ ആളുകൾ ആരും തന്നെ ഉപയോഗിക്കാത്ത, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു ഫീച്ചറാണ് ബാറ്ററി സേവർ മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ലോങ് ഡേ മുന്നോട്ട് കിടക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ ഫോണിൽ 50% ചാർജേ ഉള്ളൂ എങ്കിൽ ബാറ്ററി സേവർ മോഡ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ, അതായത് വൈബ്രേഷൻ, ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള വൈബ്രേഷൻ, അതുപോലെ തന്നെ സൗണ്ട്, നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ പലതരത്തിലുള്ള സൗണ്ടുകളെല്ലാം സപ്രസ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ബാക്കപ്പ് ആ ഒരു ബാറ്ററി സേവർ മോഡ് തരും. ബാറ്ററി സേവർ മോഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ യൂസ്ഫുൾ ആണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
ഫൈനലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാൾപേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡാർക്ക് വാൾപേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് തീംഡ് വാൾപേപ്പറൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തോതിൽ AMOLED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിക്ക് കിട്ടും. ഡാർക്ക് കളേഴ്സിലുള്ള വാൾപേപ്പേഴ്സ്, ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സിൽ വാൾപേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങളൊരു ക്ലസ്റ്ററായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, ബ്രോ ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് ബാക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.